ഒരു സംഘർഷത്തിനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു മാർച്ചിലേക്ക് ലാത്തി ചാർജ് നടത്തി. ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യം ലാത്തി ചാർജ് നടത്തി, 4 റൗണ്ട് നടത്തി. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അടക്കമുള്ള പ്രിയങ്കരായ സഹപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് എന്തോ വിരോധം തീർക്കാൻ എന്ന വണ്ണം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ സാധാരണ യോഗങ്ങളിൽ പോയി ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. പക്ഷേ ഞങ്ങൾ ഈ ജില്ലയിലെ പോലീസ് മേധാവികളോട് ഒരു കാര്യം പറയുന്നു: ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ ഇട്ട് തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത, തല്ലിയിട്ടും മതിവരാത്ത, പിന്നെയും തല്ലാൻ നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കറിയാം. അത്രേ ഞാൻ പറയുന്നു. ഞങ്ങൾക്കറിയാം, അവരുടെ പേരും വിവരവും ഞങ്ങൾക്കറിയാം. കേരളത്തിലെ കോൺഗ്രസ് വിചാരിച്ചാൽ അവരൊന്നും നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത്. ഞങ്ങളെ CPM ആക്കി മാറ്റരുത്. വൃത്തികെട്ട പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത്. സൂക്ഷിച്ചും കണ്ടും പെരുമാറിയ നല്ലതാ. ഈ ബഹളമൊക്കെ അവസാനിക്കാറായി. ഇനി അധിക സമയമൊന്നുമില്ല. അത് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങളോട്, നമ്മുടെ പ്രവർത്തകരോട്: ഇതൊന്നും നമ്മൾ മറക്കില്ല. അതാണ് നിങ്ങൾക്കുള്ള വാക്ക്. ഇതൊന്നും മറക്കില്ല, നമ്മൾ മറക്കില്ല. പെട്ടെന്ന് മറന്നുപോകല്ലോ സാധാരണ. ഇതൊന്നും നമ്മൾ മറക്കില്ല. ഈ കുട്ടികളുടെ ദേഹത്ത് വീണ ഓരോ അടിയും, അവരുടെ ദേഹത്ത് വീണ ഓരോ പാടിനും നമ്മൾ മറുപടി പറയിക്കേണ്ടവരെ കൊണ്ട് മറുപടി പറയിക്കുക തന്നെ ചെയ്യും. എന്താണ് സ്ഥിതി? എന്നിട്ട് ആ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവരൊരു കത്തയച്ചിട്ട് എന്തു കൊടുക്കും? 100 വീടും കൂടി ചോദിച്ചാൽ അവർ പിന്നെയും കൊടുക്കും. എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അവർ നിന്നു. എന്നിട്ടൊരു മറുപടി കത്തയക്കാൻ ഇവിടെ ആരും ഇല്ലാതെ പോയല്ലോ. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു വാക്കുണ്ട്: ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് സർക്കാരില്ലായ്മയാണ്. സർക്കാരില്ലായ്മ നമ്മൾ എപ്പോഴാണ്? നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ വയനാട്ടിലെ ദുരന്ത ബാധിതരോടും വയനാട്ടിലെ ജനങ്ങളോടും ചോദിക്കുന്നു: നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചൊരു സർക്കാരിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അതില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര കിട്ടി? കേന്ദ്രം അവിടെ നിൽക്കട്ടെ, നമുക്ക് മേടിച്ചെടുക്കാം. എത്ര കിട്ടി? ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാര് പോയി കണ്ടല്ലോ അമിത്ഷായെ. അപ്പോഴാണ് ഈ മറുപടി കൊടുത്തത്. ഞങ്ങൾ ഇനിയും സമ്മർദ്ദം ചെലുത്തും. നമ്മുടെ MP-മാർ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ പണം മേടിക്കാൻ കോൺഗ്രസും UDF-ഉം അതിന്റെ പരമാവധി പരിശ്രമം നടത്തും. അതവിടെ നിൽക്കട്ടെ. ഇന്ന് കോടതിയിൽ, ഹൈക്കോടതിയിൽ ഇന്ന് കൊടുത്തല്ലോ ഒരു അഫിഡവിറ്റ്. സർക്കാർ SDRF-ൽ 700 കോടി ബാക്കിയുണ്ട്. 700 കോടി വയനാടിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത്, ഈ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ വന്നത് 681 കോടി രൂപയാണ്. എത്രയാ 681 കോടി രൂപയിൽ ചെലവാക്കിയിട്ടുള്ളത്? എത്രയാ? 7,65,00,000. 681 കോടി രൂപയിൽ ചെലവാക്കിയിരിക്കുന്നത് 8 കോടിയിൽ താഴെ. അപ്പൊ ഉണ്ടല്ലോ പണം. ആ പണമുണ്ട്, SDRF-ന്റെ പണമുണ്ട്. നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെ? എന്താ നിങ്ങൾ ഇവിടെ ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇവരുടെ പുനരധിവാസം അനന്തമായി ഇങ്ങനെ നീണ്ടുപോയാൽ അവരുടെ ജീവിതം എന്താവും? അവരുടെ തൊഴിലെന്താവും? അവരെങ്ങനെ ജീവിക്കും? അവരുടെ കുട്ടികൾ എങ്ങനെ പഠിക്കും? ഒരു കാര്യവും ഗവൺമെന്റ് ശ്രദ്ധയില്ല. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞങ്ങൾ ഇതുവരെ എടുത്ത നിലപാട് ഗവൺമെന്റുമായി പൂർണ്ണമായി സഹകരിക്കും എന്നുള്ള നിലപാട് ഞങ്ങളെ കൊണ്ട് മാറ്റിക്കരുത്.